Yes, Selmi, good afternoon. Good afternoon, sir. Okay, Anu, good afternoon. Good afternoon, sir. Okay, Shabina, good afternoon. Shahana, good afternoon. Manju, good afternoon. Okay, Arabia. Let us start. Let us start. Green cylinders are there. Okay, Shabina. Yes, very good. Yes. Okay, Bindu, let us start. Yes, up in the Shabda, don't let the celebration of the Shabda. Okay. I will discuss it. Present perfect in the brain, tension. A present perfect in the brain, tension goods for the pull. Subject has a regular have it. Other initiation verb. A verb in the Munabate form. Our past participle which like that. Adriana, present perfect in the brain in order. But I was example second number for you. I have mistaken you. Have an initiation. She has liked my dishes. Yes, he has read the novel. Okay. പിന്നെ നമ്മൾ നോക്കിയത് അതിന്റെ തന്നെ നെഗറ്റീവ് വാചകങ്ങളെ കുറിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞപ്പോൾ നമ്മൾ അതിന്റെ ഹാസ് അല്ലെങ്കിൽ ഹാവ് കഴിഞ്ഞിട്ട് ഒരു നോട്ട് ചേർത്ത് കഴിഞ്ഞപ്പോൾ എന്തായിട്ട് മാറി നെഗറ്റീവ് വാചകമായിട്ട് മാറി. I have not got. She has not read. He has not written. അങ്ങനെ നമ്മൾ എഴുതി. Yes. ഇനി അതിൻ്റെ അകത്ത് ബാലൻസ് എടുക്കുന്നത് അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ മോഡലാണ്. നിങ്ങൾ പോയോ, നിങ്ങൾ വന്നു കഴിഞ്ഞോ, എടുത്തു കഴിഞ്ഞോ, പഠിച്ചു കഴിഞ്ഞോ എന്നുള്ളത് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ വേണ്ടിയിട്ട് ആ ഒന്നില്ലെങ്കിൽ ഹാസ് അല്ലെങ്കിൽ ഹാവ് ആദ്യം പറയും. അപ്പൊ എന്തായിട്ട് മാറുന്നു? ചോദ്യമായിട്ട് മാറുന്നു. ഓക്സിലറി വെർബായിട്ടുള്ള ഹാസ് അല്ലെങ്കിൽ ഹാവ് ആദ്യം പറയുമ്പോൾ അത് ഒരു ചോദ്യമായിട്ട് മാറും. ഫോർ എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഹാവ് യു കം ഹിയർ? നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞു. ഹാവ് യു ടേക്കൻ ഫുഡ്? നിങ്ങൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു. ഹാസ് ഷീ റെഡ് ദ നോവൽ? അവള് നോവൽ വായിച്ചു കഴിഞ്ഞു. ഷീ ആയതുകൊണ്ട് ഹാസ് ആദ്യം വന്നു. ഹാസ് ഷീ റെഡ് ദ നോവൽ? ഹാസ് ഹി റിട്ടൺ ദ എക്സാമിനേഷൻ? ഓക്കെ. അപ്പോ ഹാസ് അല്ലെങ്കിൽ ഹാവ് അത് ആദ്യം പറഞ്ഞു കഴിയുമ്പോൾ റിട്ടേൺ ഇൻടു എ ക്വസ്റ്റ്യൻ. എന്നിട്ട് മാറുന്നു
ഒരു ചോദ്യമായിട്ട് മാറും. എന്തായിട്ട് മാറുന്നു? ഒരു ചോദ്യമായിട്ട് മാറും. അപ്പൊ നിങ്ങൾ ചെയ്യുന്നത് ഒന്ന് രണ്ട് ചോദ്യങ്ങൾ അങ്ങനെ ചോദിക്കുക. ഹാസോ ഹാവോ ആദ്യം വരുന്ന രീതിയിലുള്ള ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കുക. അതിനൊക്കെ പറയാമോ? ഹാസ് അല്ലെങ്കിൽ ഹാവ് ആദ്യം വരുന്ന ഒന്നൊരു ചോദിച്ചു വെച്ച്. യെസ്, അതിന് വരും ലക്ഷ്മി മോഹൻ. ഹാസോ ഹാവോ ആദ്യം വരുന്ന രണ്ട് മൂന്ന് ചോദ്യം. Sir, have your dinner. Have you the dinner? അപ്പൊ അതിനകത്ത് ചെറിയൊരു പ്രശ്നം കൂടി ഉണ്ട്. ഹാസോ ഹാവോ കഴിഞ്ഞിട്ട് വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ കൂടി വേണം. അപ്പൊ ഇതിന്റെ അകത്ത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഏതാണ് ലക്ഷ്മി? അത് വന്നിട്ടുണ്ടായില്ല. അത് ഇതെല്ലാം ഒരു അടിപൊളി സെൻസ് ആണ്. ഈ ഹാസ് അല്ലെങ്കിൽ ഹാവിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഹാഡ് ആണ്. Had your dinner. അങ്ങനെ ചോദിക്കും. മനസ്സിലായോ? Have you had your dinner? Yes. Okay. വേറെ ചോദിച്ചോളൂ. നല്ല സെൻസ്. Has he go to home? ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. എന്താണ് മിസ്റ്റേക്ക് പറയാമോ? Has he go to market? ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ഒന്നുമായിട്ട് പറയാമോ? Gone ആണ്. Yes, gone ആണ്. Has he gone to market? Correct ആണ്. Gone എന്ന് പറഞ്ഞാൽ പ്രസന്റ് ടെൻസ് ആണ്. ഹാസോ ഹാവ് ഉള്ള വാചകത്തിൽ മൂന്നാമത്തെ ഫോം ഉപയോഗിക്കാം. അതും കറക്റ്റ്. ഇനി ഒരു തെറ്റാണോ പറഞ്ഞത്? Have she completed homework? Correct. Has she completed the homework? Yes. അപ്പൊ അത് വൈകുന്നേരം പിള്ളേര് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചോദിക്കാം, ഹാവ് യു സ്റ്റഡീഡ്? പഠിച്ചു കഴിഞ്ഞോ? ഹാവ് യു കംപ്ലീറ്റഡ് യുവർ ഹോംവർക്ക്? കംപ്ലീറ്റ് ചെയ്ത ഹോംവർക്ക് മഞ്ജു പറയും. മഞ്ജു ഹാസോ ഹാവ് ആദ്യം വരില്ല. ഒന്നിട്ട് ചോദ്യം വെച്ചു. എല്ലാവരും രണ്ടുമൂന്ന് സെറ്റ് ചെയ്ത് വെച്ചോ. They haven't read any books. ഓക്കെ, സംഗതി മഞ്ജു പറഞ്ഞ കറക്റ്റ് ആണ്. They haven't read any book. കറക്റ്റ് ആണ്. അപ്പൊ എന്ത് പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ഈ പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറയുന്ന ടെൻസിന്റെ നെഗറ്റീവ് വാചകമായിട്ട് മാറി. നമുക്കത് ചോദ്യമാക്കണമെങ്കിൽ ഹാസ് അല്ലെങ്കിൽ ഹാവ് ആദ്യം വരും. അങ്ങനെ ചോദിച്ചു. Have they not read any books? Read അല്ല, read any books. Has she written homework? Okay. മഞ്ജു ആദ്യം പറഞ്ഞ വാചകം കൂടി പറഞ്ഞു. Have they not read any books? ഓക്കെ, അതിനകത്തൊരു നോട്ട് കൂടി ചേർത്ത്. അപ്പൊ വേറെ അർത്ഥം നോക്കി. ഹാവ് ദേ ഗോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവർ പോയി കഴിഞ്ഞു. ഹാവ് ദേ നോട്ട് ഗോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പോയി കഴിഞ്ഞിട്ടില്ലേ. ഇതാണ് യെസ്. അപ്പൊ നോട്ട് ചേർക്കുമ്പോ ഇങ്ങനെ അർത്ഥം വരും കേട്ടാ. നോട്ട് ഇല്ലാണ്ടാണെങ്കിൽ നേരത്തെ പറഞ്ഞത്. ഞാൻ എക്സാമ്പിൾ ഒന്നുകൂടി പറയാം. മഞ്ജുവിനോട് ചോദിക്കുകയാണ്, ഹാവ് യു ഗോൺ? ഹാവ് ആദ്യം വന്ന രീതിയിൽ ചോദിച്ചു. ഹാവ് യു ഗോൺ? അതിനർത്ഥം പോയി കഴിഞ്ഞു. ഹാവ് യു നോട്ട് ഗോൺ? പോയിട്ടില്ലേ ഇതാണ് ഇത്. പോയി കഴിഞ്ഞിട്ടില്ലേ ഇതാണ് മനസ്സിലായോ? മറ്റേ പോയോ പോയി കഴിഞ്ഞു, പോയി കഴിഞ്ഞിട്ടില്ലേ നോട്ട് വരും. യെസ്. ഇനി മഞ്ജു വേറെ പറഞ്ഞു. Have you not furnished room? നോട്ടിട്ടാണ് സെന്റൻസ് പറയാം. ഹാവ് യു ഫർണിഷ്ഡ് റൂം? Have you not furnished room? ഓക്കെ, അങ്ങനെയും പറയാം. Have they not gone to cinema? Have they not gone to cinema? Has he not forgotten bought a vegetables? Yes. Okay. Correct. Has he? Okay, very good. Forgotten the access. We are ready there. Okay.
കറക്റ്റ് നോട്ടിച്ച് പറയട്ടെ. അപ്പൊ അല്ലേ എന്നർത്ഥം വരുന്ന വാക്കുകളുണ്ട്. കൊണ്ട് വെക്കുമ്പോ അല്ലേ എന്ന് വെച്ച് അർത്ഥം വരും. രമ്യല്ല. പറഞ്ഞോളൂ. രമ്യപ്പറ്റും രമ്യ വരും. യെസ് വന്നു. പറഞ്ഞോളൂ രമ്യ. ഹാവോ ഹാസോ ആദ്യം വരുന്ന ചോദ്യം. രമ്യ ശബ്ദങ്ങൾ കേൾക്കുന്നില്ല. മൈക്കോണാക്കില്ലേ? അപ്പൊ നമുക്ക് രമ്യയിലൂടെ അല്പം കഴിഞ്ഞിട്ട് വരാം. ഹസീന. ഹസീന യെസ്. അമൃത എസ് ആർ. അമൃത എസ് ആർ യെസ്. ഓക്കെ ഓക്കെ ഓക്കെ. ഷാബിന പറഞ്ഞോളൂ. Hello, sir. യെസ്. ഹലോ ഷാബിന പറയൂ. ഹാസ് അല്ലെങ്കിൽ ഹാവ് ആദ്യം പറയുക. രണ്ടാമത് ചോദ്യം ചോദിക്കും. Has she smiled? Yes. Has she smiled at you? അവൾ നിന്റെ നേരെ ചിരിച്ചു കഴിഞ്ഞു. യെസ്. ഓക്കെ. ഞാൻ ഭംഗിപ്പിച്ചാണ്. യെസ്. Have I seen? Have I seen her? ഞാൻ അവളെ കണ്ടു കഴിഞ്ഞു. യെസ്. Has she gone? Has she gone? Correct. That's so, sir. Okay, very good, very good. പറഞ്ഞ മുഴുവൻ correct ആണ് ഷാബിന. യെസ്. അനുമോൾക്ക് പറയൂ. ഹാസോ ഹാവോ ആദ്യം വരുന്ന ഒന്ന് രണ്ട് സെന്റൻസ് പറയും. Have you traveled abroad? യെസ്. ഒന്നുകൂടി പറയുക. ക്ലിയർ ആയില്ല. Have you traveled abroad? യെസ്. Has she visited Taj Mahal? യെസ്. അത് എങ്ങനെയാണ് പിടിച്ചേക്കാൾ മാറ്റി പിടിച്ചുകൊണ്ട് പതർച്ചില്ല. Has it rained today? Have you finished homework? Shall he finish his homework? That's it, sir. Okay, okay. അനുകൂല വരെ വർക്കിലാണ്. നല്ല ശബ്ദം ഉണ്ടായിരുന്നു. ഓക്കെ ഓക്കെ. മെഹ്റൻ നിസ നല്ല രസകരമായിട്ട് പറയും. ഹാസോ ഹാവോ ആദ്യം പറയുക. രണ്ട് മൂന്ന് വാചകങ്ങൾ പറയും. No, wait. Yes. No. Yes. ഹാസോ Has she ഹാവോ left ആദ്യം പറയും. yesterday? Has she Okay, left okay. yesterday? Okay. Have she described well? Yes. Okay. I'm sorry. Has she described well? Okay. Okay. Yes. Okay. Has he gone to Mumbai? Okay. Has he gone to Mumbai? Has she finished her work? Okay. Has she finished the work? Okay. Have you Okay. observed it well? Yes. Okay. Okay. I have observed it. Yes. Okay. Okay. Have you Has she observed it? worked with them? Okay. Has Okay. she worked with them? Yes. Has she worked with them? Okay. Had it come last night? Yes. Has he come last night? Have you apologized her for your mistake? Oh, have you apologized to her for your mistake? Okay. Has she entered to exam hall? Okay. 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 Has he pointed gun at her? Yes. Okay. Finish. That's Okay. all, Very sir. good. Okay. Very good. Very good. Yes. 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 Very good. Very good. നിതക്ക് പറയാമോ? ഹാസോ ഹാവ് ആദ്യം വരുന്ന ഒന്ന് രണ്ട് വാചകങ്ങൾ.
അനുശാന്തി പറയാമോ? Yes, sir. ഓക്കെ ഹാസ് ഇറ്റ് റെയിൻഡ് ടുഡേ. ഓക്കെ ഇത് കറക്റ്റ് ആണ്. പറഞ്ഞോളൂ. Have they not gone? Have they not gone? അപ്പൊ അതിന് പോയിട്ടില്ലേ? ഓക്കെ. Have they played football? Yes, correct. Have you passed your lab technician course? Oh, yes, very good. Has he worked homework? Yes. Has he done homework? Okay. Have you prepared breakfast? Yes, okay. Have you always wanted? Okay, ഇത് correct. Has it improved significantly? Yes, okay. That's all, sir. Very good. Okay. Then the right here. Okay, Nishanti, very good. Thank you, sir. Divya Paul. Yes, Divya Paul. Okay, പറഞ്ഞോളൂ. Has she cooked food? Yes, okay. Yeah. Have they played cricket? Have Have you missed party? Yes, Has he gone to hospital? okay. Have they seen movie? Yes, Has she written leave letter? yes. Oh, very good. Have you prepared fried rice? Yes, have you prepared fried rice? That's all, sir. Very good. Okay, correct. Divya, right in there. Tindo Thomas, Tindo. Tindo Thomas. Yes. Tindo ഒരു വിചാരിക്കാൻ കുറച്ച് ചെയ്യുമ്പോൾ അഫീല ഷഹീൻ. Let us wait for both of them. Vijaykumar R. Yes, വരും. Seema Jero. പറഞ്ഞോളൂ Seema. As or have. Was he in English class? Yes. Has they seen Huch TV? Has they seen? Huch TV? Yes, correct. Has you completed your housework? Yes. Have you prepared lunch? Yes, okay. Enough, sir. Okay, very good. Okay, Seema Jero, very good. Jubi. Yes, Jubi വരും. Rifana. Yes. അപ്പൊ നമുക്ക് അടുത്ത വിഷയത്തിലോട്ട് വരാം. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറയുന്ന ടെൻസിനെ കുറിച്ചാണ്. സബ്ജക്റ്റ് എഴുതി, ഹാസ് അല്ലെങ്കിൽ ഹാവ് എഴുതി, പിന്നെ വെർബ് എഴുതി, ആ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ അല്ലെങ്കിൽ വീക്ക് ചെയ്തത്. ഇനി ഇവിടെ നിന്ന് നമ്മൾ അടുത്ത ഒരു ടെൻസിലോട്ട് പോകുകയാണ്. അടുത്ത നമ്മുടെ ടെൻസിന്റെ പേരാണ് പാസ്റ്റ് പെർഫെക്റ്റ്. എന്താണ് പാസ്റ്റ് പെർഫെക്റ്റ്? അപ്പൊ പ്രസന്റ് പെർഫെക്റ്റിൽ എന്താണോ ചെയ്തത് അതുപോലെ തന്നെയാണ് പാസ്റ്റ് പെർഫെക്റ്റ് ചെയ്യുക. പക്ഷെ ഹാസോ ഹാവോ ഉപയോഗിക്കരുത്, പകരം എന്ത് ഉപയോഗിക്കണം? ഹാഡ് ഉപയോഗിക്കണം. ഹാഡ്. അപ്പൊ പാസ്റ്റ് പെർഫെക്റ്റിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് സബ്ജക്റ്റ്, ഹാഡ്, പിന്നെ വെർബ്, ആ വെർബിന്റെ മൂന്നാമത്തെ അല്ലെങ്കിൽ വീക്ക് അല്ലെങ്കിൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ആ പാസ്റ്റ് പെർഫെക്റ്റിന്റെ അർത്ഥം എന്ത് വരും? ഉണ്ടായിരുന്നു എന്നർത്ഥം വരും. ഓക്കെ, ഐ ഹാഡ് ഗോൺ, ഞാൻ പോയിട്ടുണ്ടായിരുന്നു. ഐ ഹാഡ് മിസ്റ്റേക്കൻ, ഞാൻ തെറ്റിദ്ധരിച്ചിട്ടുണ്ടായിരുന്നു. ഐ ഹാഡ് കംപ്ലീറ്റഡ് ദ വർക്ക്, ഞാൻ എന്റെ ജോലി പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. ഐ ഹാഡ് സീൻ ഹിം, ഞാൻ അവനെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടു കഴിഞ്ഞു എന്നായിരുന്നു ഹാസ് ഓർ ഹാവ് വന്നപ്പോൾ.
ഇവിടെ അർത്ഥം എന്താണ്? ഹാഡ് വന്നപ്പോൾ ഉണ്ടായിരുന്നു അർത്ഥം. സാധാരണഗതിയിൽ ഈ വാക്ക് ഉപയോഗിക്കുന്നത് എവിടെയാണെന്ന് വെച്ചാൽ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. യെസ്, അപ്പോ മഞ്ജു ജയൻ. ഓക്കെ, മഞ്ജുവിനോടാണ് ചോദ്യം കേട്ടോ. മഞ്ജു ഉത്തരം പറയേണ്ടത് കേട്ടിട്ട് പറഞ്ഞാൽ മതി. മഞ്ജുവിനോട് ചോദിച്ചിട്ട് ചോദിച്ചിട്ട് ബാക്കിയുള്ളവർ പറയണ്ടെന്നല്ല. യെസ്, അപ്പോ ജയൻ എന്നുള്ളത് ഭർത്താവിന്റെ പേരാണോ? അതെ അതെ. ആള് നല്ല കമ്പനിയാണ്. അതെ അതെ. അപ്പൊ ഞാൻ ജയനത്തിന് എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. അപ്പോ ജയൻ മഞ്ജുവിനെ വിവാഹം കഴിച്ചെത്താൻ ഏത് വർഷമാണ്? 2009. 2009. ഓക്കെ, 2009 ജയൻ മഞ്ജുവിനെ വിവാഹം കഴിച്ചു. അപ്പൊ 2009 ജയൻ മഞ്ജുവിനെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് 2007 ഈ ജയൻ ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചിരുന്നു. ആ പെൺകുട്ടിയുടെ പേര് തൽക്കാലത്തേക്ക് കുമാരി എന്ന് പറയുന്നു. എന്താണ്? യെസ്. അപ്പൊ ഞാൻ ഒന്നുകൂടി പറയാം. 2007 ജയൻ കുമാരിയെ സ്നേഹിച്ചു. 2009 ജയൻ മഞ്ജുവിനെ വിവാഹം കഴിച്ചു. ഈ മുഴുവൻ കാര്യങ്ങളും അറിയാവുന്ന ആരോടാണ്? ഷാബിനോട് ഈ ജയൻ പറയുന്നു, ഞാൻ മഞ്ജുവിനെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് കുമാരിയെ സ്നേഹിച്ചിരുന്നു. സെന്റൻസ് ആണ് കണ്ടത്. ഞാൻ മഞ്ജുവിനെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് കുമാരിയെ സ്നേഹിച്ചിരുന്നു ഇംഗ്ലീഷിൽ തെറ്റിപ്പോടെ കുഴപ്പമൊന്നുമില്ല. കൊല്ലം ബിഫോർ 2007. ഒന്നും വേണ്ട, അതൊക്കെ ഞാൻ വെറുതെ മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞത്. സംഭവം അത്ര മതി. മഞ്ജുവിനെ ബിഫോർ 2007 ജയൻ ലൗഡ്. ജയൻ നേരിട്ടില്ല പറയാം, പൈ എന്ന് പറയാം. ജയനാണ് വിചാരിച്ച മഞ്ജു എന്ന് പറയാം. ലൗഡ് ബൈ കുമാരി. യെസ്, ഓക്കെ ഓക്കെ. മഞ്ജുവിടെ നിൽക്കട്ടെ. ഷാബിനൊക്കെ തോന്നുന്നു, ഞാൻ മഞ്ജുവിനെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് കുമാരിയെ സ്നേഹിച്ചിരുന്നു. ഇത് പറയുന്നത് 2025-ലാണ്. 2007 സ്നേഹിച്ചു, 2009 കല്യാണം കഴിഞ്ഞ് 2025 ഷാബിനോട് ജയൻ പറയണത്. ആ ജയൻ എങ്ങനെ പറയുമെന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. പറയുമ്പോ സാറേ അത് തല്ലി കൊണ്ട് വിടും അല്ലേ ഷാബിന? അനുമോളെ എങ്ങനെ പറയും? ഞാൻ ഈ എക്സാമ്പിൾ പറഞ്ഞത് നിങ്ങൾ മറക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പറയൂ, എന്നെ പറയും. Before marry me, she was loved. ഓക്കെ. ലക്ഷ്മി പറയുന്നു, ഐ ഹാഡ് എ റിലേഷൻഷിപ്പ് വിത്ത് കുമാരി ബിഫോർ മാരിയിങ് മഞ്ജു. ഓക്കെ 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 ഓക്കെ. അപ്പൊ എന്നെയും എതിരെ അതുപോലെയാണ് പറഞ്ഞത്. അനുമോളെന്ന് പറയുന്നു. ആർക്കൊന്നും പറയട്ടെ, ഇനി ഇറ്റ് ഈസ് ലെഫ്റ്റ് ചെയ്തു. ആർക്കൊന്നും പറയാം. നമ്മൾ പറയുന്നത് തെറ്റിയാലും കുഴപ്പമൊന്നുമില്ല, നല്ല ധൈര്യമായിട്ട് പറയാം. യെസ്, അതുകൊണ്ട് നമ്മൾ കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഇവിടെ കുമാരിയെ ജയൻ സ്നേഹിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞുപോയ സംഭവം. കാരണം നടന്നതെന്നാണ് 2007-ലാണ്. യെസ്, ഐ ഹാഡ് ലവ്ഡ് കുമാരി. ഓക്കെ, അതിന്റെ അടിയിൽ നമ്മൾ വേറെ കാര്യം ചെയ്യുന്നത്, ജയൻ മഞ്ജുരി വിവാഹം 2009-ലാണ്. അതും കഴിഞ്ഞു പോയ സംഭവം 2009. ഈ സംഭവം പറയുന്നത് എന്താ? 2025-ലാണ്. അപ്പൊ രണ്ട് പാസ്റ്റ് ഇൻസിഡന്റ് ആണ്.
സ്നേഹിച്ചു എന്നുള്ള പാസ്റ്റ് ടെൻസ് ആണ്, കല്യാണം കഴിച്ചു എന്നുള്ളത് പാസ്റ്റ് ടെൻസ്. എന്തൊരു വഴി പോയി സംഭവമാണ്. അങ്ങനെ വന്നു കഴിയും. അതില് ആദ്യം നടന്ന സംഭവമാണ് ഫസ്റ്റ് കാലഘട്ടം. അതിന്റെ കൂടെ അത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസാണ്. ആദ്യം നടന്നിട്ട് പാസ്റ്റ് വരുമ്പോൾ ആദ്യം നടന്ന സംഭവം നോക്കണം, അത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസാണ്. അപ്പൊ ശരിക്കും എന്ത് പറയും? ബിഫോർ ഐ മാരീഡ് മഞ്ജു, മാരീഡ്, ഞാൻ മഞ്ജുവിനെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ഐ ഹാഡ് ലവ്ഡ് കുമാരി, ഐ ഹാഡ് ലവ്ഡ് കുമാരി. അപ്പൊ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് എവിടെയാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ, രണ്ട് പാസ്റ്റ് ഇൻസിഡന്റ് വരുമ്പോൾ അതിൽ ആദ്യം നടന്ന സംഭവത്തിനെ കൂടിയായിരിക്കും പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് വരിക. രണ്ടാമത് നടന്ന സംഭവം സിമ്പിൾ പാസ്റ്റ്, സബ്ജക്റ്റ് എന്നതിന്റെ പാസ്റ്റ് ടെൻസ്, ആ രീതിയിലാണ് വരിക. ഓക്കെ, പിടികിട്ടി കാണാൻ പറ്റും. ഈ ഒരു എക്സാമ്പിൾ ആയതുകൊണ്ട് നിങ്ങളത് മറന്നുപോയി. ഓക്കെ, അപ്പൊ ഓർത്തിരിക്കുക, പാസ്റ്റ് പെർഫെക്റ്റ് എവിടെ ഉപയോഗിക്കുന്നു? ടു പാസ്റ്റ് ഇൻസിഡന്റ്, ആദ്യം നടന്ന സംഭവത്തിലേക്ക് ഉപയോഗിക്കും. അപ്പൊ നമ്മൾ പറഞ്ഞത് സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് വെർബ്, വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഓക്കെ, മഞ്ജു പറയൂ, ഹാഡ് വെച്ചിട്ട് ഒരു വാചകം പറഞ്ഞു. I had written a story. I had written a story. I had written a story. Yes. അടുത്തത് They had finished their work. ഓക്കെ 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 ഓക്കെ, അതൊക്കെ ഒന്നുകൂടെയൊക്കെ ഭംഗിയാക്കാണ്. ഞാനിവിടെ ചെന്നപ്പോഴേക്കും അവർ പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. When I reached there, she had finished the work. അപ്പൊ ഞാൻ അവിടെ ചെന്നു എന്നുള്ളതാണ്, അവര് പണി പൂർത്തിയാക്കി എന്നുള്ളത് ആദ്യം നടന്ന സംഭവം. പണി പൂർത്തിയാക്കിയതല്ലേ, ഞാൻ അവിടെ ചെന്നപ്പോഴേക്കും പണി പൂർത്തിയാക്കി. അപ്പൊ when I reached there, they had completed work. ഞാൻ അവിടെ ചെന്നപ്പോഴേക്കും അവൾ പോയിട്ടുണ്ടായിരുന്നു. When I reached there, she had gone. When I reached the railway station, the train had left. ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോ ട്രെയിൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തി എന്നുള്ളതാണോ, അതുമല്ല എങ്കിൽ ട്രെയിൻ പോയി എന്നുള്ളതാണ് ആദ്യം നടന്ന സംഭവം. ട്രെയിൻ പോയതല്ലേ? യെസ്, അതല്ല ആദ്യം നടന്ന സംഭവം. അപ്പൊ ഹാഡ് ലെഫ്റ്റ്. ഓക്കെ 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 മഞ്ജു, വെരി ഗുഡ് വെരി ഗുഡ്. തിരുമ്പി പറയൂ, ഇത് വലുതായി പറഞ്ഞോ. ഒരു പാസ്റ്റ് പെർഫെക്റ്റ് പറഞ്ഞു. വലിയ വലിയ സെന്റൻസുകൾ നമുക്ക് കേടാം. ഓക്കെ, രമ്യ ആലോചിച്ചോളൂ. ഷാബിന Yes, sir. പറഞ്ഞോളൂ. He had drawn the picture. Drawn the picture. Drawn the picture. Yes, okay. Correct. പിന്നെ വേറെ. They had eaten mangoes. Yes, അടുത്ത. We had spent all the money. Okay, SPENT and spend all the money. I had driven a car yesterday. I have driven the car yesterday. Driven. Okay. That's all, sir. Very good. അനുമോളെ പോയി ആഡ് വേണം, കൂടെ വെർബിന്റെ പാസ്റ്റ് വാട്സ്ആപ്പ് വേണം. I had watched that movie already. Okay. I had watched the movie already. Yes. We had studied all night for the exam. Okay. I had completed the work on time. Yes, I had completed work on time. Yes. The teacher had explained the topic earlier. Oh, very good. The teacher can explain the topic. I had cleaned the room after I Yes. wake up. Yes, okay. I had read the book before watching that movie. Yes, okay.
That's also. Before watching the TV. TV കാണുന്നതിന് മുമ്പ് ഞാൻ ബുക്ക് വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ TV കണ്ടതാണോ ബുക്ക് വായിച്ചതാണോ ഇത് നടന്നത്? ബുക്ക് വായിച്ചതല്ലേ? അപ്പൊ നിത. നിത. യെസ്. അനു ശാന്തി. അയ്യോ. ദിവ്യ പോൾ. ആര് തിരുവനന്തപുരത്തിന്റെ മൂന്നാമത്തെ പറഞ്ഞു. I had eaten food. ഓക്കെ. I had gone to hospital. യെസ്. ഓക്കെ. They had cleaned rooms. യെസ്. They had played football. യെസ്. That's all, sir. ഓക്കെ. അതിന്റെ കൂടെ ഒരു സെൻസ് ചേർക്കണ്ട. They had played football. അപ്പൊ നമുക്ക് when the coach came, കോച്ച് വന്നപ്പോൾ അവര് ഫുട്ബോൾ കളിക്കാനാണ്. ബിഫോർ ദ കോച്ച് കെയിം, കോച്ച് വരുന്നതിന് മുമ്പ്. യെസ്. ഓക്കെ. അഫീല. അഫീല. വിജയകുമാർ. യെസ്. ആര് വന്നില്ലെങ്കിൽ സീമ വരും. സീമ ചെറു. I had completed my homework. കറക്റ്റ് ആണ്. I had gone to church. I had gone to church. They had sing a song. They had sing. Present ആണ്. അതിന്റെ past tense sang ആണ്. Sang a song. അതിന്റെ past participle sung ആണ്. SUNG. Sung songs. Okay. Okay. No, sir. പറഞ്ഞു. It's enough, sir. Okay, very good. Okay, Sima. Sing ഒക്കെ പറയുന്നത്. ജൂബി നജു. റിഫാന. രശ്മി മോഹൻ. Sir, ഹാഡ് വെച്ച് ഒന്നിന്റെ വാചകം പറഞ്ഞു. they had cleaned my home. They had cleaned my home. Yes. I had ironed my dress. I had ironed my dress. Okay. The children had drawn picture. Correct. I had gone. I had gone. Correct. That's all, sir. Very good. Only sir. Add which one? Sir. Yes. Muhammad Abdul. സീരിയൽ കാണുന്നില്ലേ? 2 മണിയായി. Yes. Okay. Samira. Hello, Yes. sir. Okay, Meroni sir. Had plus past participle with the value. I had prepared lunch for my family. Oh, very good. She had invited me to movie. Yes, okay. They had worked together in the office. Yes, okay. I had gone to bank to make an account. Yes, okay. I had completed my ADCFA course. Oh, yes, okay, Rifana. Yes. That's all, sir. Okay, very good. Yes, okay. Samira. Amrita SR. Okay. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് 2 ടെൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തത്. ഒന്ന് പ്രസന്റ് പെർഫെക്റ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അടുത്തത് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് തുടങ്ങി വെച്ചു. പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുമ്പോൾ സബ്ജക്റ്റ് കഴിഞ്ഞ് ഹാഡ് കഴിഞ്ഞ് പിന്നെ വെർബ് എഴുതുന്നു. ആ വെർബിന്റെ മൂന്നാമത്തെ ഫോം V3 എന്ന് പറയുന്ന ഫോം ഉപയോഗിക്കുന്നു. അതിനെയാണ് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുന്നത്. അതിന്റെ അർത്ഥം ഉണ്ടായിരുന്നു എന്നാണ്. I had gone. I had taken. ഞാൻ പോയിട്ടുണ്ടായിരുന്നു.
ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഐ ഹാഡ് സീൻ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. യെസ്. രണ്ട് പാസ്റ്റ് ടെൻസ് വരികയാണെങ്കിൽ അതിൽ ആദ്യം നടന്ന സംഭവമാണ് സാധാരണഗതിയിൽ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് പറയുന്നത്. യെസ്. യെസ്. ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ഫിനിഷ് ആക്കി. അപ്പൊ ആ ഫിനിഷ് ആക്കാതെ ആ ചോദ്യം ഞാൻ ഇവിടെ ചോദിക്കുകയാണ്. ആൻസറിന്റെ ഫസ്റ്റ് ലെറ്റർ എ എന്നും രണ്ടാമത്തെ ലെറ്റർ ബി എന്നും കാണും. ഫസ്റ്റ് ലെറ്റർ ഇസ് എ, സെക്കൻഡ് ലെറ്റർ ഇസ് ബി. യെസ്. യെസ്. ചോദ്യം സിറ്റുവേഷൻ ആണ്. ഓൺ, into or within a vehicle such as car or ship. Such as car or ship. അതിന് പറയുന്നത് ആ മീനിങ്ങിന് പറയുന്നത് ഒരു വണ്ടിയാണ്. On, into or within a vehicle such as a car or ship. Yes. Yes, I can find a board. A-B-O-A-R-D. A board. Yes. Okay, okay. അടുത്തത് opposite of normal. Opposite of normal. Okay, Lakshmi, I know what correct answer ആണ്. Manju, correct answer. That is abnormal. Correct. Next question. Beyond the boundaries of one country. Beyond. Okay, Lakshmi, correct answer. Abroad. Okay, Nida, correct answer. Lisa, correct answer. Yes. Okay, Manju, abroad. Yes. The shortened SHORTENED. The shortened form of a word or words. The short form of a word or words. Okay, Lakshmi, correct answer. That is what is called abbreviation. Okay, my friend Lisa. Neither correct answer. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? Abbreviation എന്ന് പറയുന്നത്. Very good, very good. അത് നമ്മൾ നേരത്തെ ചോദിച്ചു നിർത്തിയത് ബാക്കിയായതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് മാർക്കൊന്ന് രേഖപ്പെടുത്താറുള്ളത്. അടുത്തതിൽ നമുക്ക് മാർക്ക് രേഖപ്പെടുത്താം. അടുത്ത ചോദ്യത്തിന്റെ ആൻസർ പോകുന്നത് ഫസ്റ്റ് ലെറ്റർ W ആണ്. W എന്ന് പറയുന്ന വേരിൽ ആരംഭിക്കുന്ന രീതിയിൽ നിങ്ങൾ ചിന്തകൾ പോകണം. യെസ്. ഓക്കെ, W. ചോദ്യം ഇതാണ്. A season. SEASON. A season. Mehrunisa Lakshmi Anumol. Yes, the answer is winter. Answer is winter. Weather alla, winter. Season for winter. An online
encyclopedia, an online encyclopedia. Mahrunisa, Nida, Divya. Mahrunisa, Nida, Divya. Correct answer. That is called, it's called Wikipedia. Wikipedia is online encyclopedia. Wikipedia. Yes. Another. The termination, Termination, the termination of a batsman's innings in a cricket match. The termination of the batsman's innings in a cricket. Allanu, Anumol, Lashmi, Divya. Anumol, Lashmi, and Divya. Yes. Answer is called wicket. Termination usually land over the termination of batsman's innings in a cricket match. Wicket. Yes. ഞാൻ പറയുന്ന വേർഡിന്റെ മീനിങ് ആണ് പറയുന്നത്, അതിന്റെ വൺ വേർഡ് പറയാം. To take back or to take away. To take back or take away. ഇത് രണ്ടിനും മതി. വാഷ് ഔട്ട് അല്ല, ടേക്ക് ബാക്ക്, വിങ്സ് അല്ല, ചെക്കുമായിട്ടൊക്കെ ബന്ധപ്പെട്ടൊക്കെ നമ്മൾ വേർഡ് ഉപയോഗിക്കാറുണ്ട് ബാങ്കിൽ. ഓക്കെ. മെഹ്റുന്നീസ, മെഹ്റുന്നീസ മാത്രമല്ല അല്ലേ? വെരി ഗുഡ്. മെഹ്റുന്നീസ, യെസ്. ഓക്കെ 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 ഓക്കെ. മെഹ്റുന്നീസ മാത്രമേ ഉള്ളൂ. വിഡ്രോ, പിൻവലിയ. ടേക്ക് ബാക്ക്, പിന്നോട്ട് എടുക്കാതെ അല്ലേ? ഓക്കെ 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 ഓക്കെ. ഷീജ, ഷീജ ആൻഡ് നിത. ഓക്കെ 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 ഓക്കെ. നിത, യെസ്. അത് വിഡ്രോ എന്നാണ്. WITH വിഡ്രോ. യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A tooth in a oral cavity. A tooth in a oral cavity. A tooth in a oral cavity. CAVITY. അതിന് പേര് പറയാം. നമുക്കറിയാം, ഒരു 16 വയസ്സൊക്കെ ആകുമ്പോൾ ഒരു പല്ല് വരില്ലേ? 15-16 വയസ്സാകുമ്പോൾ അതിന്റെ പേര് പറയും. അത് നമ്മുടെ താഴത്തെ ഏറ്റവും അറ്റത്തായി വരിക. അത് ഈ വശത്തെ ഏറ്റവും അറ്റത്ത്. ഓക്കെ. അപ്പൊ ഞാൻ പറയാം. എന്റെ പറയുന്ന പേരാണ് വിസ്ഡം ടൂത്ത്. വിസ്ഡം ടൂത്ത് അല്ല, വിസ്ഡം. അറിവ് വന്നതിന് ശേഷമാണ് വരുന്നത്. വിസ്ഡം ടൂത്ത്. ടൂത്ത് ഇൻ ദ ഓറൽ ക്യാവിറ്റി. വിസ്ഡം ടൂത്ത്. നേരത്തെ പറഞ്ഞ പോലെ ഞാൻ മീനിങ് ആണ് പറയുന്നത്. നിങ്ങളുടെ വഴിപാട് പറയാം. ടു സപ്രസ് ഓർ ഹോൾഡ് ബാക്ക്. To suppress or hold back. To suppress or hold back.
Okay, Nida, it's the correct answer. Nida മാത്രമുള്ളല്ലേ? Nida, Anumol, Divya. Anumol. Okay, correct answer. Okay, Aina, with the head. And the persons will with the hold. Yes, with the hold, with the head. Yes. Arthur. A measurement. A measurement. Width Divya Macarunisa Rashmi Mohan. Divya Macarunisa and Rashmi. And this is weight corporate with the corporate. A measurement. Yes. Arthur meaning and the person. Very well. Okay. I will share the. Yes. Oh, I know the way for the. Yes. Show them a list of desired 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 things or occurrences. A list of desired things or occurrences. Macarunisa Lashmi Divya. Macarunisa Lashmi Divya. Correct my name. Wish list na. Wish list. Okay. Nida and correct wish list in the world. Yes, okay, Nida. Wish list. Whatever wish in the world, yes. Another. The wireless technology used to connect gadgets. GAD, Lashmi, Macarunisa, Divya. Lakshmi, Macarunisa, and Divya. So correct answer. Okay, Manchu. Okay, I know. Correct answer. That is called Wi-Fi. Yes. Okay. Another. An opening. OPENING. An opening in a wall to let the air and light in. Lashmi, Manju, Anusha. Lashmi, Manju other one like that. Manju, Anusha. Okay, correct answer. That is called window. Arthur. The current, CURRENT. The current of air. The current of air. Anumol, Nida, Macarunisa. Anumol, Nida, and Macarunisa. Is the correct answer? The answer is called wind. Wind. അടുത്തത് ഒരു പഴഞ്ചൊല്ലാണ്. ഏതൊരു സ്ഥലത്ത് ഞാൻ ഫിറ്റാക്കി എടുക്കാൻ പൂരിപ്പിച്ചാൽ മതി. ചോദ്യം ഇതാണ്. The fear of Lord, L capital LORD. The fear of Lord is the beginning of dash. Is the beginning of dash. Winnilla Anumole. It's the beginning of dash. Belief it's the beginning of dash. Why is Allah and the good of one? Worth Allah, Divya. Activate item material. The fear of Lord is the beginning of dash.
Yes. So, okay, Lashmi, correct answer. Lashmi, Nida, Nagaruda. Lashmi and Nida and Manchu. Lashmi, Nida and Manchu. Correct answer. Fear of God is the beginning of wisdom. അറിവിന്റെ ആരംഭമാണ് wisdom. Yes. ഭയങ്കര സിമ്പിൾ ആയിട്ട് നിങ്ങൾ പറഞ്ഞു. അടുത്ത ചോദ്യത്തിന്റെ സ്റ്റൈല് മാറുകയാണ്. W അല്ല, ഇനിയുള്ള ചോദ്യത്തിന്റെ ഫസ്റ്റ് ലെറ്റർ സി എന്നും രണ്ടാമത്തെ ലെറ്റർ എൽ എന്നുമാണ്. CL കേട്ടോ. ഫസ്റ്റ് ലെറ്റർ സി, രണ്ടാമത്തെ ലെറ്റർ എൽ. ചോദ്യം ഇതാണ്. A large shell, SHELL, shell fish, shellfish അല്ല, shell fish. അനുമോൾ, മെഹറുന്നീസ, നിദ. അനുമോൾ, മെഹറുന്നീസ ആൻഡ് നിദ. ശരിയാണത്. CLAM കറക്റ്റ് ആൻസർ ആണ്. വെരി ഗുഡ്, വെരി ഗുഡ്. ഇനി ഒരു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. You dash to show you like something. You dash to show you like something. ചെയ്യുമല്ലേ മോളെ? You dash to show you like something. Clever അല്ല അഞ്ജു. ദിവ്യ ക്ലിയർ അല്ല. നിങ്ങൾ ചെയ്തിട്ടുണ്ട് പല പ്രാവശ്യം. ക്ലീൻ അല്ല അനുശാന്തി. നിങ്ങളുടെ പ്രിയപ്പെട്ടവരൊക്കെ സമ്മാനം വാങ്ങിച്ചു വരുമ്പോൾ നിങ്ങൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ ശ്രീജ, മെഹറുന്നീസ ആൻഡ് നിദ അല്ലെ? ഷീജ, മെഹറുന്നീസ ആൻഡ് നിദ അല്ലേ? യെസ്. ഓക്കെ. ക്ലാപ്പാണ്. You clap. നിങ്ങൾ കൈയടിക്കുന്നു. To show you like something. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ള അടയാളമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു? കൈയടിക്കുന്നു. അടുത്തത് മീനിങ് ആണ് ഞാൻ പറയുന്നത്. എന്റെ വൺവേഡുകൾ പറയാം. Someone who climbs, CLIMBS, who climbs hills and mountains. Someone who climbs hills and mountains. Someone who climbs, CLIMBS, hills and mountains. Okay, Nida, Joby, Mehrunisa. Nida, Joby ki very lele. Joby, Mehrunisa. Okay. What is a short, sharp sound. A short, sharp sound. Okay, Amrita C. Amrita Anumor, Mehrunisa. Amrita Anumor and Mehrunisa.
Okay. Yes. മെച്ചപ്പെട്ട പ്രകടനമാണ് കാഴ്ചവെച്ചത്. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ട് എന്നറിയുന്നതിന് വളരെ സന്തോഷം. ഞാൻ പോയിന്റ് ഒന്ന് പറയാം വെറുതെ. അമൃത 1 പോയിന്റ് കിട്ടിയിട്ടുണ്ട്, ജൂബി 1 പോയിന്റ് കിട്ടിയിട്ടുണ്ട്, മഞ്ജു 2 പോയിന്റ് കിട്ടിയിട്ടുണ്ട്, അനുശാന്തി 2 പോയിന്റ് കിട്ടിയിട്ടുണ്ട്, ഷീജ 2 പോയിന്റ് കിട്ടിയിട്ടുണ്ട്, അനുമോൾ 6 പോയിന്റ് കിട്ടിയിട്ടുണ്ട്, ദിവ്യ 6 പോയിന്റ് കിട്ടിയിട്ടുണ്ട്, ലക്ഷ്മി 7 പോയിന്റ് കിട്ടിയിട്ടുണ്ട്, 7 പോയിന്റ്, നിത 9 പോയിന്റ് കിട്ടിയിട്ടുണ്ട്, 9 പോയിന്റ്, മെഹറുന്നീസ 11 പോയിന്റ് കിട്ടിയിട്ടുണ്ട്, മെഹറുന്നീസ 11 പോയിന്റ്. യെസ്, മെഹറുന്നീസയാണ് ടോപ്പ് സ്കോർ. യെസ്, ഓക്കെ. ഇതാരും നോക്കേണ്ട കാര്യമൊന്നുമില്ല, ജസ്റ്റ് ഫോർ ഫൺ. ഓക്കെ, അപ്പൊ ഇന്നത്തെ പ്രകടനം വളരെ അടിപൊളിയായിരുന്നു. അടുത്ത പ്രാവശ്യം വരുമ്പോൾ നമുക്കൊരു വിഷയം പറയാം, ആ വിഷയത്തെ കുറിച്ച് കുറച്ചു നേരം സംസാരിക്കാം. ഓക്കെ, we will meet in the next class. Okay, bye. Thank you, sir. Okay. Thank you, sir. Okay.